നമുക്കൊരു ചൈനീസ് സ്റ്റൈൽ ചില്ലി ബീഫ് ഉണ്ടാക്കിയാലോ? ബേക്കിംഗ് സോഡ ഇട്ട ബീഫ് ഉണ്ടാവുന്ന ചൈനക്കാർ പറയണത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ലെറ്റ്സ് ഗോ. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്ത് അഗൈൻസ്റ്റ് ദ ഗ്രെയിൻ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റെസിപ്പിക്ക് നെയ്യൊട്ടും പാടില്ല. ഞാൻ നെയ്യുള്ള കഷ്ണങ്ങൾ വേറൊരു റെസിപ്പിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ 500 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ, ഉപ്പ്, മുളക് പൊടി, ഒരു മുട്ട, കുറച്ച് കോൺസ്റ്റാർച്ച് ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ റെസിപ്പി ഒന്ന് കമന്റ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ആയിട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ ആയിട്ട് ക്യാരറ്റ് ജൂലിയൻ ചെയ്യാം. 5-6 പച്ചമുളക് നടുക്കുന്ന കീറി അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ഫൈൻ ആയിട്ട് ജൂലിയൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ജൂലിയൻ ചെയ്യാം. അതുപോലെ കുറച്ച് വെളുത്തുള്ളി നമുക്ക് നൈഫ് കൊണ്ടൊന്ന് ചതച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ബൗളിൽ ഓൾ പർപ്പസ് ഫ്ലവറും കോൺസ്റ്റാർച്ചും ഒരേ റേഷ്യോയിൽ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി ഇനി ആ മാരിനേറ്റ് ചെയ്ത ബീഫ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചങ്ക്സ് ആയിട്ട് ഇടരുത്. പിന്നെ ബീഫിന്റെ എല്ലാ ഭാഗവും കോട്ടാവണം. ഇനി സ്ലറി ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച്, കുറച്ച് വെള്ളം, 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 3 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ഇട്ട് നമുക്ക് നല്ലോണം ഇളക്കി ആ മാരിനേറ്റ് ചെയ്ത ബീഫ് നമുക്ക് കുറച്ചായിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് നാരങ്ങയും ഇങ്ങനെ തന്നെ കഴിക്കാന്നുള്ളൂ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ച് ബീഫ് വറുത്ത് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ ഐറ്റംസും ഇട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഉപ്പും മുളക് പൊടിയും നമ്മൾ വറുത്ത് വെച്ച ബീഫും പിന്നെ ജൂലിയൻ ചെയ്ത പച്ചമുളകും സ്ലറിയും കുറച്ച് ഹണിയും ഒഴിച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൈനീസ് സ്റ്റൈല് ചില്ലി ബീഫ് റെഡി. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ടാറ്റാ.